ഇവളെന്തിനാ ഇങ്ങനെ സഹിച്ചു വെക്കുന്നത്? അങ്ങ് ഡിവോഴ്സ് ചെയ്ത് വന്നാൽ പോരെ? ഇതിനൊക്കെ ആരെയും സൂയിസൈഡ് ചെയ്യാൻ നിൽക്കൂ? ഇപ്പൊ കേരളത്തിലായി ഒരുപാട് ഡൗരി റിലേറ്റഡ് ആയിട്ടും മാരേജ് കഴിഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ഡെത്തും കാണുമ്പോൾ ആൾക്കാർ പൊതുവേ പറയുന്ന ഒരു കമന്റ് ആണിത്. ഇങ്ങനെ വീട്ടിൽ നിൽക്കണ്ട, സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, ഉപദ്രവം സഹിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പല സ്ത്രീകളും ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും നമ്മൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറുതാകുമ്പോൾ തൊട്ടേ സ്ത്രീകളെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം, മിണ്ടാതിരിക്കണം, നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്നത് കൊണ്ടാവാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ അവർ ആ ഒരു ബൗണ്ടറി ഒക്കെ വിട്ട് അവരത് പറയാൻ തുടങ്ങി, നോക്കി എനിക്കിവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അമ്മ അച്ഛ, അല്ലെങ്കിൽ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണെങ്കിലും പല പാരൻസും അവർക്ക് സപ്പോർട്ടായി നിൽക്കാറില്ല. അവർ പറയാ സൊസൈറ്റി എന്താ പറയുക, ആൾക്കാരെന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയിട്ടേ ഉള്ളൂ, ഇത്ര പൈസ കൊടുത്ത് നിന്നെ ഞാൻ കല്യാണം കഴിപ്പിച്ചതല്ലേ, ഇനി ഡിവോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല, നീ അവിടെ സഹിച്ചൊന്ന് നിൽക്കുക, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കാണാറുണ്ട്. അതായത് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ വലിയൊരു കാരണം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ ഇൻവോൾവ്മെന്റ്. അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ആ അമ്മയ്ക്ക് ഒരു ഗിൽട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അച്ഛൻ്റെ അടുത്ത് ഞാൻ കുട്ടീനെ മാറ്റുകയാണ്, ആ ഫാമിലി ലൈഫ് കുട്ടിക്ക് ഇല്ലാണ്ടാവുമല്ലോ എന്നുള്ളൊരു പേടിയും ഗിൽറ്റും ആ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും. ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പലപ്പോഴും സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഒരു ജോബിനൊന്നും പോവാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ കയ്യിൽ ഒരു സേവിങ്സ് ഉണ്ടാവില്ല, കുട്ടികളെ നോക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഫാമിലി സപ്പോർട്ടിനില്ല, ഇവിടുന്നും പോകണം, എവിടെ പോവും എന്നറിയാതുള്ള ആ ഒരു ഹെൽപ്ലെസ്നെസ് കാരണമാണ് ഇങ്ങനെ എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് സൂയിസൈഡിലേക്ക് പോകുന്നത്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്യുകയല്ലാതെ ഇവർക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് സൊസൈറ്റി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.